ശ്രീ അബിൻ വർക്കി സാധാരണ നിലയിൽ UDF-ന് കോൺഗ്രസിന് സാമൂഹ്യ സംഘടനകളുമായി വലിയ അടുപ്പമാണ് എന്ന് മാത്രമല്ല ഈ സാമുദായിക സംഘടനകളൊക്കെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച ഘട്ടത്തിൽ അത് UDF-ന്റെ അല്ലെങ്കിൽ ഐക്യ കക്ഷികളുടെ സ്വാഭാവിക ഘടകകക്ഷിയായിരുന്നു. എല്ലാ കാലത്തും സാമുദായിക സംഘടനകളുടെ പ്രധാനപ്പെട്ട ഒരു ട്രസ്റ്റ് ബേസ് എന്ന് പറയുന്നത് UDF-ലോ കോൺഗ്രസിലോ ഒക്കെ ആയിരുന്നു. ഇത് നമ്മൾ ആദ്യമായി അങ്ങനെ അല്ലാതെ കാണുകയാണ്. കേരളത്തിലെ രണ്ട് പ്രബല സാമുദായിക സംഘടനകൾ നിങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ അതിനോടുള്ള സമീപനം എന്താണ്? അങ്ങനെ ഒരു സാമുദായിക സംഘടനകൾ ഞങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു, പാർട്ടിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു എന്നൊന്നും ഞങ്ങൾ കരുതുന്നില്ല. ഒന്ന്, മന്നത്ത് പത്മനാഭൻ്റെ പ്രസ്ഥാനത്തിനും ആർ ശങ്കറിൻ്റെ പ്രസ്ഥാനത്തിനും കോൺഗ്രസിനോട് യുദ്ധം ചെയ്യേണ്ടതായിട്ടുള്ള യാതൊരു സാഹചര്യവും ഇന്നുമില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആ സാമുദായിക സംഘടനകളുമായി ഞങ്ങൾക്ക് ആർക്കും ഒരു യുദ്ധമില്ല എന്നുള്ളത് ആദ്യമേ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുക. രണ്ടാമത്തെ കാര്യം, ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത്രയും തിരഞ്ഞെടുപ്പിൻ്റെ അടുക്കൽ വന്ന് നിൽക്കുമ്പോൾ CPM ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവരുടെ സർക്കാരിനെ കുറിച്ച് പറഞ്ഞ് നമ്മൾ ആരും കേൾക്കുന്നില്ല. കാരണം മുഴുവനായി തന്നെ ഈ സമുദായം അല്ലെങ്കിൽ മതം, വർഗീയത, കലാപം എന്നുള്ളതല്ലാതെ CPM-ൻ്റെ ഭാഗത്തു നിന്ന്, നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഈ അടുത്ത കാലഘട്ടത്തിൽ ഒരു പ്രസ്താവന ഉണ്ടായതായി നമ്മളാരും കരുതുന്നുമില്ല. ഇപ്പോൾ ഇതിനൊരു തുടർച്ചയുണ്ട്, ഇതിനൊരു പാറ്റേൺ ഉണ്ട് അഭിലാഷ്. ഇത് ഏതെങ്കിലും ഒരു സജി ചെറിയാൻ ഒരു ദിവസം രാവിലെ വന്ന് നിഷ്കളങ്കനായി അങ്ങ് പറഞ്ഞതല്ല. കാരണം ഇത് CPM തുടരുന്ന ഒരു പാറ്റേൺ ശ്രദ്ധിക്കണം. ഒന്ന്, ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ് ദ ഹിന്ദു ദിനപത്രത്തിന് ഒരു അഭിമുഖം കൊടുത്തത്. ആ ഹിന്ദു ദിനപത്രത്തിൻ്റെ അഭിമുഖം എത്രമാത്രം അപകടകരമാണ് എന്നുള്ളത് നമ്മൾ വായിച്ചതാണ്. അപ്പോൾ മുഖ്യമന്ത്രി അതിന് ശേഷം പറഞ്ഞത്, മുഖ്യമന്ത്രി പറഞ്ഞില്ല, മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പറഞ്ഞത് ഇത് ഞങ്ങൾ എഴുതി കൊടുക്കാത്ത ഒരു സാധനം അവർ പ്രിൻ്റ് ചെയ്തതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1.5 കൊല്ലമായി ആ പ്രിൻറ്റിങ് കിടന്നിട്ട് ഇന്നേ വരെ ദ ഹിന്ദു ദിനപത്രത്തിനെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ആ ദിനപത്രത്തിൽ വന്ന ആർട്ടിക്കിളിനെ അവർ എൻഡോഴ്സ് ചെയ്യുകയാണ്. 2, ശ്രീ AK ബാലൻ, അദ്ദേഹം 2 അപകടകരമായ പ്രസ്താവന നടത്തി. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ UDF വന്നാൽ ജമാഅത്തെ ഇസ്ലാമിയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. യാതൊരു വിധത്തിലുമുള്ള ഉത്തരവാദിത്തമില്ലാത്ത, യാതൊരു വിധത്തിലുമില്ല വസ്തുതയില്ലാത്ത ഒരു പ്രസ്താവനയാണ് ശ്രീ AK ബാലൻ നടത്തിയത്. തള്ളി പറയാൻ ഇതേവരെ CPM തയ്യാറായിട്ടില്ല. 2, ശ്രീ AK ബാലൻ പറയുന്നത് മുസ്ലിം ലീഗിന് എതിരായിട്ട് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഈ ന്യൂനപക്ഷ സമുദായത്തിനെ അകറ്റി നിർത്തിക്കൊണ്ട്, വകഞ്ഞു മാറ്റിക്കൊണ്ട് നിർത്താൻ അദ്ദേഹം ശ്രമിച്ചു. അപ്പോഴും ഇവരാരും തള്ളി പറയുന്നില്ല എന്നുള്ളത് അറിയാം. മാറാട് കലാപം എന്ത് കോണ്ടക്സ്റ്റാ എനിക്കതാ മനസ്സിലാവാത്ത. കേരളത്തിൽ ഒരു കലാപത്തിൻ്റെയോ അത് ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള ഏതെങ്കിലും ഒരു കോണ്ടക്സ്റ്റ് ഉണ്ടോ? ഒരു കോണ്ടക്സ്റ്റും ഇല്ലാത്ത ഒരു ദിവസം രാവിലെ AK ബാലൻ വന്നിട്ട് പറയുകയാണ് മാറാട് കലാപം ഓർമ്മയില്ലേ എന്ന്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണ്, ഇൻറ്റൻഷൻ എന്താണ്? അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. മൂന്നാമതാണ് സജി ചെറിയാൻ്റെ പ്രസ്താവനയെ നമ്മൾ കാണേണ്ടത്. യാതൊരു വിധം ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഓരോ പ്രദേശത്തും അവിടെ ജയിച്ചു വന്നവരുടെ ജാതിയും മതവും നോക്കാൻ പോയാൽ നമുക്ക് അതിനെ നേരമുണ്ടാവുകയുള്ളൂ. ഞാൻ ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാത്തിനെയും കണക്ക് വെച്ച് വേണമെങ്കിൽ പ്രതിപാദിക്കാൻ തയ്യാറാണ്. ഇപ്പോൾ ഈ മലപ്പുറത്ത് തന്നെ സജി ചെറിയാൻ പറഞ്ഞ മലപ്പുറത്ത് CPM നിർത്തിയ കൂടുതൽ കാൻഡിഡേറ്റ്സ് ആരാണ്? നമുക്ക് അങ്ങനെ കാണാൻ പറ്റുമോ? അത് ഓരോ പ്രദേശത്തിൻ്റെതായ സാഹചര്യം നോക്കി കാൻഡിഡേറ്റ്സിനെ നമ്മൾ നിർത്തുന്നതാണ്. അതിൽ പോലും ഒരു ആളുടെ പേര് നോക്കി അവിടെ വർഗീയത കാണുന്നത് അതേ നരേന്ദ്രമോദിയുടെ വർഗീയതയാണ്, വേഷം നോക്കി വർഗീയത കാണുന്ന. അപ്പോൾ ഇതിനൊരു പാറ്റേൺ ഉണ്ട്. ഈ പാറ്റേണിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു ഭൂരിപക്ഷ വർഗീയത ഉണ്ടാക്കി, RSS-നേക്കാൾ മുകളിൽ ഭൂരിപക്ഷ വർഗീയത ഉണ്ടാക്കി ഭൂരിപക്ഷ പ്രീണനം നടത്തുക എന്നുള്ളതാണ്. ശരി, ഈ പറഞ്ഞ 3 പ്രസ്താവനകൾ ശ്രദ്ധിച്ചു, ചർച്ച ചെയ്തു. അതേ സമയത്ത് തന്നെ ഉണ്ടാകുന്ന മറ്റു പല പ്രസ്താവനകളുണ്ട്. നമ്മൾ ഭരണം പിടിക്കേണ്ടത് MLA-മാരെയും മന്ത്രിമാരെയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല, സമുദായത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ നേതാവ് KM ഷാജിയാണ്. നേരത്തെ ശ്രീ കുഞ്ഞിക്കണ്ണൻ ഉദ്ധരിച്ച തലശ്ശേരി കലാപം, മാറാട് കലാപം ബാലൻ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞല്ലോ. തലശ്ശേരി കലാപത്തിന്റെ സൂത്രധാരൻ പിണറായി വിജയനാണെന്ന മട്ടിൽ പറഞ്ഞത് KM ഷാജിയാണ്. മറ്റനേകം പ്രസ്താവനകൾ ഞാൻ ഓരോന്നോരോന്നായി പറയുന്നില്ല. ശരി, ഇത് ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ അപ്പുറത്തെ കാര്യം ശ്രദ്ധിക്കണ്ടേ? ഇപ്പോൾ CPM-ന്റെ മറ്റു നേതാക്കൾ തള്ളി പറഞ്ഞോ എന്ന് ചോദിക്കുന്നത് പോലെ ലീഗിന്റെ നേതാക്കളെ കോൺഗ്രസ് തള്ളി പറഞ്ഞോ? ഇല്ലല്ലോ. ഈ പരാമർശങ്ങളെ തള്ളി പറഞ്ഞോ? ഇല്ലല്ലോ. അതായത് KM ഷാജി നടത്തിയ പ്രസ്താവന എന്തായിരുന്നു? KM ഷാജി നടത്തിയ പ്രസ്താവന, അന്ന് ഈ പറയുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ മുസ്ലിം വിഭാഗത്തിനെ വേർതിരിച്ച് കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ മുസ്ലിം വിഭാഗം മറ്റെന്തോ വലിയ കുഴപ്പക്കാരാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ നാട്ടിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ, UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം സമുദായത്തെ വേർതിരിച്ച് കാണാത്ത ഒരു സർക്കാർ വരുമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹം അതാണ് പറഞ്ഞത്. ഞാനും അത് പറയുന്നു. ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തുന്ന ഒരു സർക്കാർ ആയിരിക്കില്ല കോൺഗ്രസിന്റെ സർക്കാർ. അത് മുസ്ലിം എന്നല്ല,
അത് ഹിന്ദു എന്നല്ല, അത് ക്രിസ്ത്യാനി എന്നല്ല, അത് മതമുള്ളവനെന്നല്ല, മതമില്ലാത്തവനെന്നുള്ളതല്ല. ആരെയും വേർതിരിച്ച് കാണാത്ത ഒരു സർക്കാരായിരിക്കും കേരളം വരാൻ പോകുന്നത്. അതാണ് ശ്രീ കെ എം ഷാജി പറഞ്ഞത്. പിന്നെ ഒരു തരത്തിലുള്ള വർഗീയ പ്രസ്താവനകളെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല. ഞങ്ങൾ ആരെങ്കിലും ഒരു വർഗീയതയ്ക്ക് തിരികൊളുത്താൻ വേണ്ടി ഏതെങ്കിലും പ്രസ്താവന നടത്തുന്നുണ്ടോ അഭിലാഷ്? ഞങ്ങൾ ഇവർക്ക് മറുപടി പറയേണ്ട സാഹചര്യമല്ലേ കേരളത്തിലുള്ളത്. ഇവർ പറയുന്ന വർഗീയത, ആ വർഗീയതയ്ക്ക് മറുപടി പറയേണ്ട ഗതികേടിലാണ് ഞങ്ങളുള്ളത്. ശരി, ഡോക്ടർ പ്രേംകുമാർ, ഇപ്പോൾ ഇവിടെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ഒരു പരാതി പറഞ്ഞു. അത് ഇടതുപക്ഷത്തെ ന്യൂനപക്ഷ വിരുദ്ധരായി ചിത്രീകരിക്കുകയാണ്. അതിനുള്ള നറേറ്റീവുകൾ എമ്പാടും പരക്കുകയാണ്. അതിൻ്റെ മുഖ്യ സൂത്രധാരൻ കനകോലുവാണ് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടെങ്കിൽ അതിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്, അതിന് സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത്, അതിന് കത്തിച്ചു കൊടുക്കുന്നത് ആരാണ്? ഇപ്പോൾ AK ബാലൻ ഇവിടെ പറഞ്ഞ ആ മാറാട് പ്രസ്താവന, ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരമന്ത്രിയാകും UDF അധികാരത്തിലെത്തിയാലെന്ന് പറഞ്ഞു. അതുപോലെ മാറാട് കലാപം ഉണ്ടാവുമെന്ന് പറഞ്ഞു. കനകോലുവോ അതല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയോ സ്വാധീനിച്ചിട്ടാണോ AK ബാലൻ അങ്ങനെ പറഞ്ഞത്? സജി ചെറിയാന്റെ കാര്യം ഇവിടെ നമ്മൾ ഉദ്ധരിച്ചു. CPM നേതാക്കൾ ആവർത്തിച്ച് പറയുന്ന, മുന്നോട്ട് വെക്കുന്ന നറേറ്റീവ് ഉണ്ട്. അപ്പോ ആരാണ് ന്യൂനപക്ഷ വിരുദ്ധരായി CPM-നെ ചിത്രീകരിക്കുന്നത്? സ്വന്തം നേതാക്കളുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു പാർട്ടി അങ്ങനെ പരിതപിച്ചിട്ട് പരാതി പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല അഭിലാഷ്, ആ ഒരു സാധനത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നത് ശരിയല്ല. അതായത് 10 വർഷക്കാലം കേരളം ഭരിച്ചത് CPM നേതൃത്വം കൊടുക്കുന്ന LDF ഗവൺമെന്റ് ആണ്. അതിനുശേഷം നടക്കുന്ന ഇലക്ഷനിൽ സ്വാഭാവികമായിട്ടും സർക്കാരിനെ പറ്റിയുള്ള അസസ്മെന്റ് ആണ് ഡിസ്കസ് ചെയ്യപ്പെടേണ്ടത്. അതാണ് അതിൻ്റെ ഒരു സാധാരണ രീതി. പക്ഷെ നമുക്കറിയാം, ഇലക്ഷന്റെ അടുത്തേക്ക് എത്തുമ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ഡിസ്കഷൻസ് ഒന്നും അതിലല്ല. അങ്ങനെ ഡിസ്കഷൻസ് പോകുന്നതിൻ്റെ അകത്ത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കൃത്യമായ റോളുണ്ട്. അത് വളരെ സത്യമാണ്. ഇന്നിപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും അവസാനം വന്നിട്ടുള്ള ഒരു ഇലക്ഷൻ റിസൾട്ട്, എന്താ പറയുക, സർവേ റിപ്പോർട്ട് പോലും നമുക്കറിയാം എങ്ങനെയാണ് അത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടതെന്നുള്ളത്, എത്രത്തോളം ഫോൾസ് ആണ് അതെന്നുള്ളത്. അങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ട്. ആ നെറേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷം എന്നുള്ളത്, എന്താ പറയുക, ന്യൂനപക്ഷ വിരുദ്ധമാണെന്നും നിരന്തരമായിട്ട് അബിൻ വർക്കീനെ പോലെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പിണറായി വിജയൻ സംഘപരിവാറിനോടൊപ്പമാണെന്ന്. എന്നിട്ടാണ് പറയുന്നത് ഞങ്ങൾ ഈ വർഗീയത പറയുന്നില്ല എന്നുള്ളത്. പക്ഷേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന SNDP NSSന്റെ സംയോജിപ്പ്, അവർ ഒന്നിച്ച് പത്രസമ്മേളനം നടത്തുന്നു, ഇനി അല്ലെങ്കിൽ ഇപ്പുറത്താണെങ്കിലും ഇവർക്കൊന്നും സത്യത്തിൽ എന്താ പറയുക ഇലക്ഷൻ മാൻഡേറ്റിനെ, ഇലക്ഷൻ പ്രോസസ്സിനെ സ്വാധീനിക്കാനുള്ള വലിയ കഴിവുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. ഞാൻ പേഴ്സണലി വിചാരിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ സാമുദായികമായിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട് കേരളത്തിൽ, കുറെ മതപരമായിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അത് വോട്ടിംഗ് പാറ്റേണിനെ ബാധിക്കാറുണ്ട് എന്നുള്ള സത്യമായിരിക്കാം. പക്ഷേ ഈ മുഴുവൻ ഈഴവരുടെയും ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള താക്കോല് വെള്ളാപ്പള്ളി നടേശന്റെ കയ്യിലോ, നായന്മാർ മുഴുവൻ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് NSSന്റെ സംസ്ഥാനത്താണോ തീരുമാനിക്കുന്നത് എന്നുള്ളത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ തന്നെ വർത്തമാനകാല ചരിത്രത്തിൽ അതിന് ഉദാഹരണമുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഒരുമിച്ച് നിന്ന് ഒരാളെ എതിർത്താൽ അയാൾക്കുണ്ടാകുന്ന വലിയ പോപ്പുലാരിറ്റി യഥാർത്ഥത്തിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യം ഉണ്ടാവാനുള്ള വലിയ സാധ്യത ഞാൻ കാണുന്നുണ്ട്. അല്ല, തീർച്ചയായിട്ടും അഭിലാഷ്, അത് മാത്രമല്ല അതിന്റെ സാമർഥ്യം. അതായത് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും അറഞ്ചം പുറഞ്ഞും VD സതീശനെ ആക്രമിക്കുന്നുണ്ട്. അബിൻ വർക്കിയുടെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവാണ്, അവരുടെ തന്നെ സർവേ പ്രകാരം മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആണ്. എന്നിട്ട് അബിൻ വർക്കിയോട് ഇവർ രണ്ടുപേരും കോൺഗ്രസിനെ വിമർശിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അബിൻ പറയുന്നത് കോൺഗ്രസിനെ വിമർശിക്കുന്നില്ല എന്നാണ്. അതെന്താ, VD സതീശന് ഇങ്ങനെ വാരി വലിച്ചിട്ട് ചീത്ത പറഞ്ഞാൽ, തെറി വിളിച്ചാൽ അത് കോൺഗ്രസിന്റെ അക്രമമായിട്ട് ഇവർ കാണാത്ത എന്തുകൊണ്ടാ? ഇന്ന് നോക്കൂ നിങ്ങൾ, NDTVയുടെ സർവേ ഫലം വന്നിട്ടുണ്ട്. അതിൽ പറയുന്ന പിണറായി വിജയനേക്കാൾ എന്താ പറയുക ജനസമ്മതി ഉള്ളത് VD സതീശനാണെന്നാ. അതിനെപ്പറ്റി രമേശ് ചെന്നിത്തലയോട് ചോദിക്കുമ്പോൾ ചെന്നിത്തല എന്താ പറയേണ്ടത്? അയാൾ കോൺഗ്രസിന്റെ നേതാവല്ലേ? അതെ, പിണറായി വിജയനേക്കാൾ സമ്മതി അയാൾ VDSനാണെന്നല്ലേ പറയേണ്ടത്. പക്ഷെ പുള്ളി അങ്ങനെ അല്ല പറയുന്നത്. പുള്ളി എന്താ പറയുന്നത്? ഇതേതോ പണിയില്ലാത്ത ആൾക്കാരുണ്ടാക്കിയ തട്ടിപ്പ് സർവേ ആണെന്നാ പറയുന്നത്. രമേശ് ചെന്നിത്തലയാ പറയുന്നത്, ഇപ്പുറത്ത് CPM-ന്റെ കൂടെയുള്ള ആളുകളല്ല. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. VD സതീശനെ പറഞ്ഞോട്ടെ, KC വേണുഗോപാലിനെ പറയരുത് എന്നുള്ളതാവാം, രമേശ് ചെന്നിത്തലയെ ചത്താലും ഇങ്ങനെ പറയില്ല എന്നുള്ളതാവാം. ഇത് അതിന്റെ ഉള്ളിലുള്ള കുറെ സാധനങ്ങൾ കൂടെ. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, നായന്മാരാർക്കാ വോട്ട് ചെയ്യുക എന്നുള്ളത് പെരുന്നയിൽ നിന്നോ അല്ലെങ്കിൽ ഈഴവരാർക്കാ വോട്ട് ചെയ്യുക എന്നുള്ളത് കണിച്ചുകുളങ്ങരയിൽ നിന്നോ അല്ല തീരുമാനിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്, വളരെ ക്രിട്ടിക്കലായ സമയങ്ങളിലെല്ലാം ഇടതുപക്ഷമായിരുന്നാലും CPM ആയിരുന്നാലും എടുത്ത നിലപാട് എന്തായിരുന്നു എന്ന്
അത്തരം സമയങ്ങളിൽ എങ്ങനെയാണ് UDF ഉം കോൺഗ്രസും ഒക്കെ ഒന്നും പറയാതെ അപ്പുറത്തും ഇപ്പുറത്തും ഇല്ലാതെ നിന്നതെന്നുള്ളതും ആളുകൾക്ക് അറിയാവുന്നത്. ഈ ന്യൂനപക്ഷങ്ങൾ എന്നൊക്കെ പറയുന്നത് മുസ്ലിംസ് ആയിരുന്നാലും ക്രിസ്ത്യൻസ് ആയിരുന്നാലും ആരായിരുന്നാലും അവരെയൊക്കെ നമുക്ക് എങ്ങനെ എന്താ പറയുക പാമ്പർ ചെയ്തിട്ട് അവരുടെ ബോധ്യത്തിനെയൊക്കെ മാറ്റാൻ പറ്റുമെന്ന് അത് LDF ആയിരുന്നാലും UDF ആയിരുന്നാലും വിചാരിക്കുന്നത് വെറുതെയാണെന്നാ ഞാൻ കരുതുന്നത്. കാരണം അവർക്ക് കൃത്യമായിട്ട് അറിയാം അവരുടെ കൂടെ നിൽക്കുന്നത് ആരാണ്, ക്രിട്ടിക്കലായിട്ടുള്ള സമയങ്ങളിൽ ആരാണ് നിന്നത് എന്നുള്ളത്. ഇത്തരം പ്രസ്താവനകളുണ്ടോ, ഇത്തരം ക്യാമ്പയിനുകളുണ്ടോ, അത് അത്തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പ്രീ ഇലക്ഷൻ ക്യാമ്പയിനെ അത് മലീമസമാക്കും. അത് നിലവിൽ തന്നെ കേരളത്തിൽ അങ്ങനെ ആവുന്നുണ്ട്. കാരണം വസ്തുതകളാണെങ്കിൽ പോലും അത് പറയാൻ പറ്റില്ലാത്ത അവസ്ഥ. സജി ചെറിയാൻ മിനിസ്റ്ററുടെ പ്രസ്താവനയെ പറ്റി അഭിലാഷ് എന്ന പറയുന്നത് കേട്ടു. കാസർഗോഡ് ഇലക്ഷൻ പാറ്റേൺ എടുത്താൽ നമുക്ക് ഭീതി ഉണ്ടാവുന്ന അവസ്ഥയുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത്. പക്ഷേ അതൊരു CPM-ന്റെ ഉന്നതനായ ഒരു നേതാവ് പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ഭയങ്കരമാണ്. ആ കാര്യത്തിൽ കുറച്ചുകൂടെ ജാഗ്രത കാണിക്കേണ്ടതുണ്ട് എന്നുള്ളത് പാർട്ടി തന്നെ മനസ്സിലാക്കിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് സജി ചെറിയാൻ മിനിസ്റ്ററോട് തിരുത്താൻ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇത് ഇടതുപക്ഷത്തിനെതിരെ CPM-നെതിരെ എന്തെങ്കിലും കിട്ടിയാൽ അത് കംപ്ലീറ്റ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം അപ്പുറത്ത് ഫങ്ഷനിങ് ആണ്. ചെറുതായി നിങ്ങൾ പോലും ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ പോലും ആ തരത്തിൽ വരും. പിന്നെ ഈ സാമുദായിക എന്താ പറയാ പരിഗണനകൾ പൊളിറ്റിക്സിലേക്ക് വരരുതെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അബിൻ വർക്കി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്നതായിരുന്നു നമ്മളെല്ലാവരും വിചാരിച്ചത്. അബിൻ എന്തുകൊണ്ടാണ് പ്രസിഡന്റ് ആവാതെ പോയി എന്നുള്ള കാര്യത്തെ പറ്റിയും കേരള സമൂഹം അഭിലാഷം നമ്മളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരം ഇൻഫ്ലുവൻസ് പൊളിറ്റിക്സിൽ ഉണ്ടാവരുത് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കുകയും വേണ്ട. ശരി, എന്തായാലും സജി ചെറിയാൻ പറഞ്ഞ വാചകത്തെ കുറിച്ച്, അതായത് ഈ ആളുകളുടെ പേര് നോക്കിയാൽ അറിയാമല്ലോ എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്, ഉത്തരേന്ത്യയിലൊക്കെ വേഷം കണ്ടാൽ ആളുകളെ മനസ്സിലാവുമല്ലോ എന്ന് BJP പറഞ്ഞതുപോലെയാണ് എന്നുകൂടി പറഞ്ഞു. കട്ട് ചെയ്ത് ഉള്ള ക്ലിപ്പ് കാണുമ്പോഴാണ് ചില കാര്യങ്ങൾ മാത്രം കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സജി ചെറിയാൻ പറഞ്ഞ വാക്കുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ ചില കാര്യങ്ങൾ, അതിലെ ക്രക്സ് അഡ്രസ് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് കാസർഗോഡിന്റെ കോൺടാക്സിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതെ, അത് തന്നെയാണ് അഭിലാഷ് ഞാനും പറഞ്ഞത്. റിയാലിറ്റി ഉണ്ടെങ്കിൽ പോലും പറയുന്നതിനുള്ള പരിമിതി ഭയങ്കരമാണ് ഇപ്പോഴത്തെ കേരളത്തിൽ. മാത്രമല്ല ചെറിയ സ്ലിപ്പ് ഉണ്ടായാൽ പോലും അത് ഭീകരമായ ഇഷ്യൂസ് ആവുകയും ചെയ്യും. ഇത് ഈ ഒരു ഡിസ്കഷൻ മലീമസമാക്കിയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, വർത്തമാനം പറയുമ്പോൾ വർത്തമാനം പറയാൻ അറിയുന്ന ആളുകളെ അതാത് പാർട്ടികൾ നിയോഗിച്ചാലേ കാര്യങ്ങൾ ഈ നിലയിലാവാതിരിക്കുമെന്ന പ്രശ്നം കൂടി ഇവിടെ. ഡോക്ടർ ഗോപകുമാർ, വലിയ തോതിലുള്ള സാമൂഹ്യ ധ്രുവീകരണം കേരളത്തിൽ ഉണ്ടാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പ്രസ്താവനകൾക്ക് മുമ്പ് തന്നെ അത് ഉണ്ടായി കഴിഞ്ഞിട്ടുമുണ്ട്. അത് ഏത് നിലയിലുള്ള ഒരു നിലയിലേക്ക് ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഒരു 80-60 എന്ന നിലയിലാണ് നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉള്ള ഈ സീറ്റുകളുടെ ഒരു നില. UDF-ന് ഒരു 20 സീറ്റുകളുടെ എഡ്ജ് എന്തായാലും ഉണ്ട് എന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതിനുശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങളെ കലുഷമാക്കുന്നതാണ്. സാധാരണ നിലയിൽ ഒരു തെരഞ്ഞെടുപ്പ് 10 വർഷം ഭരിച്ച സർക്കാർ, ആ സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തൽ, ആന്റി ഇൻകംബൻസി വളരെ പ്രിവേലൻ്റ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം, ജനങ്ങളുടെ ജീവിതാനുഭവം, പെൻഷൻ പോലെയുള്ള പദ്ധതികൾ, ഇങ്ങനെ പല വിഷയങ്ങൾ ചർച്ചയാവേണ്ട ഒരിടത്ത് സാമുദായികമായ വികാരങ്ങൾ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്കാണോ നമ്മൾ പോകുന്നത്? അങ്ങനെ ഒരു ഭയം തോന്നുന്നുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഭയമുണ്ട്. കാരണം പൊളിറ്റിക്സ് എന്ന് പറയുന്നതിനകത്ത് ഈ ധാരണ, പെർസെപ്ഷൻ ഒരു വലിയ ഘടകമാണ്. ഇറ്റ്സ് ഓൾസോ അബൌട്ട് പെർസെപ്ഷൻ. ഈ ധാരണ എന്ന് പറയുന്നത് സൃഷ്ടിക്കുന്നത് നമ്മൾ കൊണ്ടുവരുന്ന നറേറ്റീവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇപ്പോൾ ആഖ്യാനം നടക്കുമ്പോൾ 2 സമ്മർദ്ദ ഗ്രൂപ്പുകൾ, സാമുദായിക സമ്മർദ്ദ ഗ്രൂപ്പുകൾ വളരെ ഫോക്കസ്ഡായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസ്സിനെ, കുറച്ച് BJP-യെ ഈ രീതിയിൽ അറ്റാക്ക് ചെയ്യുകയും അവിടെ സതീശനെ ഫോക്കസ് ചെയ്തുള്ള നിരന്തരമായൊരു ഫോക്കസ് കൊണ്ടുവന്നു. അതിൻ്റെ തിരിച്ചടി എങ്ങനെ വന്നു എന്നും പൊതുമണ്ഡലം അതെങ്ങനെ സ്വീകരിച്ചു എന്നും റിയാക്ട് ചെയ്തെന്നും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇത്രത്തോളം സ്പേസ് ഒരു വശത്ത് മാധ്യമങ്ങൾ ഇവർക്ക് കൊടുത്തത് ഒരു പ്രശ്നമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട ആ ചർച്ച അത് തുടങ്ങിയതിന് ശേഷം പിന്നെ പുറകോട്ട് പോയിട്ടില്ല. ഈ ജമാഅത്തെ ഇസ്ലാമിയെ സാധാരണ നിലയിൽ CPM എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വിഭാഗമാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ നിരന്തരമായി അടിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു പ്രതിഫലനം വെച്ചിട്ടായിരിക്കും. പക്ഷേ ഇതിപ്പോൾ ഒരു കമ്മ്യൂണിറ്റി തന്നെ, മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെ അപ്പുറത്ത് നിൽക്കുന്ന, അതല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്ന നിലയിൽ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയില്ലേ? അല്ല, അത് കറക്ഷന് വേണ്ടി CPM-ന്റെ സെക്രട്ടറി പറഞ്ഞു, ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ ടാർഗറ്റ് ചെയ്യണത് മുസ്ലിം കമ്മ്യൂണിറ്റി അല്ല എന്ന്, മുസ്ലിം ലീഗിനെയാണ് ടാർഗറ്റ് ചെയ്യണത്, മുസ്ലിം കമ്മ്യൂണിറ്റി അല്ല എന്ന് തിരുത്തൽ വന്നു. പക്ഷേ വന്നപ്പോഴത്തേക്കും മലീമസമായി കഴിഞ്ഞു, ഈ ചർച്ച മലീമസമായി കഴിഞ്ഞു. കാരണം ചർച്ച ഒരു വശത്ത് ന്യൂനപക്ഷ ക്രോഡീകരണം, ഭൂരിപക്ഷ ക്രോഡീകരണം എന്ന രീതിയിലേക്ക് ധ്രുവീകരിക്കപ്പെടാൻ ശ്രമിക്കുന്നു. വാസ്തവത്തിൽ അങ്ങനെ ധ്രുവീകരിക്കപ്പെടുന്ന രീതിയിലേക്ക് രാഷ്ട്രീയം പോയാൽ കേരള രാഷ്ട്രീയം താഴെ മൂക്ക് കുത്തിപ്പതിച്ചു എന്ന് പറയാനേ പറ്റുള്ളൂ. ആ നിലയ്ക്ക് തകരുന്ന രീതിയിലേക്ക് കേരള രാഷ്ട്രീയം പോകരുത്. തെരഞ്ഞെടുപ്പിന് കഷ്ടിച്ച് 90 ദിവസമേ ഉള്ളൂ, അതിന് താഴെ ഉണ്ടാവുള്ളൂ.
ഈ സമയത്ത് ചർച്ച ചെയ്യേണ്ടത് നയപരിപാടികളെക്കുറിച്ചാണ്. ഭരണവിരുദ്ധ വികാരങ്ങളുണ്ടെങ്കിൽ അത് പറയാം, ഭരണ നേട്ടങ്ങളുണ്ടെങ്കിൽ അത് പറയാം. അങ്ങനെ യുക്തിഭദ്രമായ കാര്യങ്ങൾ എത്രത്തോളം പറയാനുണ്ട്. അതിന് പകരം വർഗീയമായ കാര്യം താങ്കൾ ചോദിച്ചപ്പോൾ ഇതിനകത്ത് പറയാനുള്ളത്, കേരളത്തിൽ സാമുദായിക രാഷ്ട്രീയവും വർഗീയ രാഷ്ട്രീയവും ഒക്കെ ഉണ്ട്. അത് രണ്ട് തരത്തിലാണ് ഞാൻ കാണുന്നത്. ഒന്ന്, ഇലക്ട്രൽ പൊളിറ്റിക്സ് നിൽക്കുന്ന ഒരു സോഫ്റ്റ് കമ്മ്യൂണലിസം, അത് മൃദു രാഷ്ട്രീയ വർഗീയതയാണ്. അതുണ്ട്. പക്ഷേ അത് എല്ലാവരും എപ്പോഴും പ്രയോഗിക്കില്ല. ചിലപ്പോൾ അടിയൊഴുക്കുകളായിട്ടും ചില സമയങ്ങളിൽ പുറത്തും വരികയും ചെയ്യും. പക്ഷേ ഇപ്പോൾ കാണുന്ന ഒരു വശത്ത് ഈ കമ്മ്യൂണൽ പോളറൈസേഷൻ സോഫ്റ്റ് കമ്മ്യൂണലിസത്തിലേക്ക് മൃദു കമ്മ്യൂണലിസത്തിലേക്ക് പോകുമ്പോൾ, മറുവശത്ത് കേരളത്തിൽ തന്നെ നേരത്തെ തന്നെ ഒരു തീവ്രവാദ രാഷ്ട്രീയമുണ്ട്. അപ്പോൾ നമുക്കിടയിൽ ഇങ്ങനെ ഒരു ഭയം സൃഷ്ടിച്ച് ഒരു ധാരണ ഉണ്ടാക്കി ഈ ചർച്ച ഈ രീതിയിലേക്ക് മുന്നോട്ട് പോയാൽ കേരള രാഷ്ട്രീയത്തിനകത്ത് ഒരിക്കലും നയങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റില്ല. കേരളം ഒരു മാതൃകയാണെന്ന് ഇനി പറയാനും പറ്റത്തില്ല. ആ നിലയിൽ കേരള രാഷ്ട്രീയം നശിക്കുകയാണ്. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഇനിയുള്ള ചർച്ചയെങ്കിലും നയരൂപീകരണത്തെക്കുറിച്ച് വരാൻ പോകുന്ന ഇപ്പോൾ ഗവൺമെൻറ് കൊണ്ടുവരുന്ന അടുത്ത, ഇല്ലെങ്കിൽ പ്രതിപക്ഷമോ ഗവൺമെൻറ്റോ ആരോ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ പ്രകടന പത്രികയെക്കുറിച്ച് പറയൂ. തീർച്ചയായിട്ടും. അല്ല, കഴിഞ്ഞ UP തെരഞ്ഞെടുപ്പിൽ ഇത് 80 vs 20 ആണ്. 80% 20% തമ്മിലുള്ള മത്സരമാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞു. നമ്മളിവിടെ ഇരുന്ന് അയ്യോ അങ്ങനെയൊക്കെ പറയാമോ എന്ന് അമ്പരന്നതാണ്. ഇപ്പോൾ ഏതാണ്ട് അമ്മട്ടിലുള്ള ചർച്ചകൾ ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് വളരെ വളരെ മോശമായിട്ടുള്ള കാര്യം. പക്ഷേ KT കുഞ്ഞിക്കണ്ണൻ, നമ്മൾ ഈ ചർച്ചയുടെ ആ കാര്യങ്ങളൊക്കെ വിട്ട്, ഇപ്പോൾ താങ്കൾ കോഴിക്കോടാണല്ലോ ഇരിക്കുന്നത്, താങ്കൾക്ക് നേരിട്ട് തന്നെ അനുഭവവേദ്യമാകുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ CPM-നോട് LDF-നോട് ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് ഉണ്ട് എന്നുള്ളത് വസ്തുതയാണല്ലോ. ഞാൻ അതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ചൊന്നും പ്രതിപാദിക്കുന്നില്ല. താങ്കൾക്കത് നറേറ്റീവ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ വളരെ ആസൂത്രിതമായി അങ്ങനെ ഉണ്ടാക്കപ്പെട്ടതിൻ്റെ ഫലമാണെന്നൊക്കെ പറയാം. എങ്ങനെയാണെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ ആ ഉള്ള കാര്യം പരിഹരിക്കാനും അത് അഡ്രസ്സ് ചെയ്യാനും ശ്രമിക്കുക എന്നുള്ളത് സാധാരണ നിലയിൽ ചെയ്യേണ്ട കാര്യമല്ലേ? അങ്ങനെ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ ചെയ്യാതിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ പ്രസ്താവനകൾ, എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന പ്രസ്താവനകൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ നേതാക്കളിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ആശ്ചര്യജനകമാണത്. ഞാൻ പോസിറ്റീവായി ചോദിക്കുകയാണിത്. അഭിലാഷേ, മുസ്ലിം സാമൂഹ്യ വിഭാഗങ്ങൾക്കിടയിൽ CPM-നെതിരായിട്ട് വളരെ വൈകാരികമായ ഒരു വിദ്വേഷ പ്രചരണം കഴിഞ്ഞ കുറേ കാലമായിട്ട് മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയും അഴിച്ചുവിടുന്നുണ്ട്. ഞങ്ങൾക്കെല്ലാം അത് അനുഭവവേദ്യമാണ്. അതിപ്പോൾ തുടങ്ങിയതല്ല. ഗെയിൽ പൈപ്പ് ലൈൻ തൊട്ട് ദേശീയപാത വികസനം തൊട്ട് കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും അടിയിലൂടെ വർഗീയമായി അതിനെതിരായിട്ടുള്ള ക്യാമ്പയിനുകൾ കൊണ്ടുവരിക എന്ന പണി ലീഗിലെ ഒരു തീവ്രവാദ വിഭാഗവും ജമാഅത്ത് ഇസ്ലാമിയുടെ കോർ ടീമും ചേർന്ന് വളരെ സമർത്ഥമായ രീതിയിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ KM ഷാജി, നിങ്ങൾ ചോദിച്ചല്ലോ ഈ അബിൻ വർക്കിയോട്. അബിൻ വർക്കി എന്താ അതിന് മറുപടി പറഞ്ഞത്? അബിൻ വർക്കി മിസ്റ്റർ ഷാജിയെ ന്യായീകരിക്കുകയല്ല. എന്താ ഷാജി ചെയ്തത്? ഖത്തറിൽ ചെന്നിട്ട് അവിടുത്തെ KMCC-യുടെ ഒരു യോഗത്തിലാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അദ്ദേഹം എന്താ പ്രസംഗിക്കുന്നത്? നമുക്ക് 9 വർഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു പിടിക്കണം സമുദായത്തിന്. ഈ സമുദായം ഇൻവെർട്ടഡിലാണ്. ഈ സമുദായം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ആഗോളവൽക്കരണം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും ഒക്കെ ഉണ്ടാക്കിയ സ്വകാര്യവൽക്കരണത്തെയും വാണിജ്യവൽക്കരണത്തെയും വലിയ രീതിയിൽ പ്രതിരോധിക്കുന്ന നടപടികളാണ് സ്വീകരിച്ചത്. ഡോക്ടർ ഗോപകുമാർ ഗോപകുമാർ സാർ ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞനല്ലേ? അദ്ദേഹം ഈ പൊളിറ്റിക്കൽ രംഗത്തെ ഈ ഭരണപരമായ ഇടപെടലിനെ കുറിച്ച് എങ്ങനെയാണ് കാണുന്നത് എന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ രംഗം വലിയ രീതിയിൽ മെച്ചപ്പെട്ടു. പൊതുജനാരോഗ്യ രംഗം വലിയ രീതിയിൽ മെച്ചപ്പെട്ടു. അതിൻ്റെ അനിവാര്യമായ ആഘാതമേറ്റത് ആർക്കാണ്? ഇവിടുത്തെ സ്വകാര്യ മേഖലക്കാണ്. ആ മേഖലയിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് 6,40,000 കുട്ടികൾ, അൺഎയ്ഡഡ് മേഖലയിൽ പോകുന്ന കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഇതെല്ലാം വലിയ നഷ്ടമാണ്. 10 വർഷക്കാലത്തിനിടയിൽ അൺഎയ്ഡഡ് മേഖലയ്ക്ക് ഒറ്റ NOC കൊടുത്തിട്ടില്ല ഈ സർക്കാർ. ഈ നഷ്ടങ്ങളൊക്കെയുള്ള ഒരു സമ്പന്ന വിഭാഗം സമുദായത്തിൻ്റെ മറ അണിഞ്ഞുകൊണ്ട് സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരായിട്ട് വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള വളരെ സമർത്ഥമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. വർഗീയത എന്ന് പറഞ്ഞാൽ അഭിലാഷേ, അത് വർഗ താല്പര്യങ്ങൾ, ചൂഷക വർഗ ആളുകളുടെ താല്പര്യങ്ങൾ, ഇവിടുത്തെ കച്ചവട താല്പര്യങ്ങൾ രാഷ്ട്രീയവുമായി ബന്ധിപ്പിക്കുന്നതിനെയാണ് നമ്മൾ വർഗീയത എന്ന് പറയുന്നത്. ഇവിടെ മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമി ഇപ്പോൾ കടുത്ത വർഗീയ പ്രചരണം ഇടതുപക്ഷത്തിനെതിരായി നടത്തുന്നത്, ഇടതുപക്ഷം ഒരു ഹിന്ദുത്വ പാർട്ടിയാണെന്ന നെറേഷൻ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് പിറകിലുള്ള സമ്പന്ന വർഗ്ഗങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ വളരെ കർശനമായ രീതിയിൽ
ഭൂമിയുമായി ബന്ധപ്പെട്ട നീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട സംരക്ഷണ നിയമങ്ങൾ പാലിച്ചു. അതുകൊണ്ട് എന്താണ് ഈ കോഴിക്കോട് നഗരത്തിൽ നിന്നാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഈ നഗരത്തിൽ വലിയ രീതിയിൽ ഭൂമി വാങ്ങിയിട്ടിരിക്കുന്ന പല റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്കും അവരുടെ കച്ചവടം നടത്താൻ കഴിയുന്നില്ല. ഈ തടസ്സങ്ങളൊക്കെ എന്താണ് അവസാനിപ്പിക്കുന്നതിനെയാണ് സമുദായ നീതിയായിട്ട് അവർ പറയുന്നത്. സമുദായ നീതിയല്ല, അത് സമ്പന്ന വർഗങ്ങളുടെ താല്പര്യമാണ്. ഈ രീതിയിൽ ഇവിടുത്തെ പല നിക്ഷിപ്ത താല്പര്യക്കാരും ഇടതുപക്ഷത്തെ എതിർക്കാൻ വികസനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ക്ഷേമകാര്യങ്ങളുടെ പേരിൽ ഇടതുപക്ഷത്തെ എതിർക്കാൻ അവർക്കാവില്ല. അത് ജനങ്ങളുടെ അനുഭവമാണ്, ക്ഷേമവും വികസനവും ഒക്കെ. അപ്പോൾ അവരെന്താണ്, ഇത് ഒരു ഹിന്ദുത്വ പാർട്ടിയാണ്, ഇത് BJP പോലെ തന്നെയാണ്, ഇത് മുസ്ലിം വിരുദ്ധമാണ് എന്ന കടുത്ത പ്രചരണമാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ മലബാറിലാകെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് UDF പ്രചാരണത്തെ എതിർക്കാമല്ലോ. അതിന് പകരം ആ പ്രചാരണത്തിന് ഏതെങ്കിലും തരത്തില് വഴിവെച്ചു കൊടുക്കുകയല്ലോ വേണ്ടത്. അവിടെയാണ് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോ കേന്ദ്രമന്ത്രിമാർക്ക് വരെ തോന്നുകയാണ്, അല്ലെങ്കിൽ NDA ഘടകകക്ഷികൾക്ക് വരെ തോന്നുകയാണ് ഇവർ കൂടെ വന്നാൽ കൊള്ളാന്ന്. അത്തരത്തിലുള്ള അസംബന്ധങ്ങളൊന്നും ഒരു ചോദ്യമായിട്ട് ഇതുപോലൊരു ചർച്ചയിൽ അഭിലാഷിനെ പോലുള്ള മാധ്യമ പ്രവർത്തകർ ഉന്നയിക്കേണ്ടതല്ല. അത് മറ്റൊരു കേസ് കെട്ടാണ്. അത് കെ ഷാജിയുടെ ഒരു കേന്ദ്ര രൂപമാണ്. അല്ല, ആട്വാലയ എന്ന് പറയുന്നത് മറ്റൊരു KM ഷാജിയാണ്. ഈ KM ഷാജിയെ പോലെ യാതൊരു ലൈസൻസും ഇല്ലാതെ ജനങ്ങൾക്കിടയിൽ വിദ്വേഷവും വർഗീയതയും ഉണ്ടാക്കുന്ന പ്രസ്താവന നടത്തുന്ന എത്രയോ ആളുകൾ BJPക്ക് അകത്തുണ്ട്. അവരിങ്ങനെയൊക്കെ പറയും. അതൊന്നും ഗൗരവമായിട്ട് എടുക്കേണ്ടതല്ല. സഖാവ് ഗോവിന്ദ മാഷ് തന്നെ കാര്യത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. കേരളം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല, CPM എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല.